ഇന്നലെ കാവടിത്തുള്ളി ഷോപ്പിങ്ങിന് പോയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു അവസാനം എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആവും എന്നുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും, പൈസ വേണ്ടേ. നമ്മളിന്ന് വർഷങ്ങൾക്ക് ശേഷം ത്രെഡ് ചെയ്യാൻ പോവാണ്ടോ. എന്നാണ് ലാസ്റ്റിൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇനി ഞാൻ ഡിലേ ആക്കൂല, കറക്റ്റിന് ചെയ്യുന്നൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് മടിയാണ് ഇങ്ങനെ കുത്തി ഒരുങ്ങി പോകണ്ടേന്ന് വിചാരിച്ചിട്ട്. അതും പോരാത്തിന് ലാസ്റ്റ് ടൈം ഞാൻ അവിടെ ചെന്നപ്പോൾ, ഞാൻ എന്നും പോകുമ്പോൾ ഉണ്ടാവുന്ന ചേച്ചിയല്ല, ഓണർ ചേച്ചിയല്ല അവിടെ ഉള്ളത്, പുതിയൊരു സ്റ്റാഫാണ്. ഓള് ഞങ്ങൾ ചെന്നപ്പോൾ ആര് ചെന്നിട്ടും ഒരു ഹായ് ഒന്നും പറയണില്ല, ഭയങ്കര ഗൗരവം. എനിക്കിഷ്ടമില്ല, കസ്റ്റമർ സർവീസ് വെരി ബാഡ്. ഞാനപ്പോൾ തിരിച്ചു പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് തന്നെ ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പൊതുവെ സൺഡേ ആണല്ലോ എക്സ്ട്രാ സ്റ്റാഫിനെ വെക്കുക, അല്ലാത്ത ദിവസങ്ങളൊക്കെ ഓരോന്നെയാണ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഓരോ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് വിളിച്ച് ചോദിക്കാണ്ട് പുളിയായി പോയി. പക്ഷേ ഇന്നും ഓളന്നെയായിരുന്നു, എനിക്കൊരു മൂഡും ഉണ്ടായില്ല. അത് അവിടെ ചെന്നിട്ടുണ്ടോ ഞാൻ അറിയണത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മർ ആണല്ലോ, അപ്പോൾ നല്ല രസമാണ് കേട്ടോ. പോണ വഴിക്ക് ഇപ്പോൾ പാർക്കുകളൊക്കെ നല്ല പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് പച്ചപ്പും ഹരിതാഭയും കാണാമോ. അതിൻ്റെ കൂടെ തന്നെ ആകാശവും കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സിഗ്നലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സലൂണായിട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങനെ വേണം കറങ്ങി കറങ്ങി എത്താൻ. അപ്പോൾ ഫൈനലി നമ്മൾ സലൂണിലെത്തി. ഞാൻ വിചാരിച്ച ആളല്ലാന്ന് ആയപ്പോൾ തന്നെ എനിക്കിങ്ങനെ സങ്കടം വരുന്നുണ്ട്. പോരാത്തിന് ഓള് പരിപാടി പെട്ടെന്ന് തീർക്കും ചെയ്തു. എൻ്റെ കണ്ണെന്നൊക്കെ പാടെ വെള്ളമൊക്കെ പാടെ വന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് മേലൊന്നും മറ്റേ ഓണർ ചേച്ചി ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിൻ്റെ അവിടെയുള്ള ഹെയറൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തോന്നും. ഇവൾ ഓൾറെഡി പുതിയതാണ്, നമുക്കറിയില്ലോ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. പിന്നെ പോരാത്തിന് ആർക്കോ ഫോൺ വിളിച്ച് കണ്ടുമാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറേ അവിടെ ചാരിക്കും, കുറേ ഇവിടെ ചാരിക്കും. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ല. പിന്നെ ഞാൻ ടിപ്പൊന്നും കൊടുക്കാൻ നിന്നില്ല. എനിക്ക് അങ്ങനെ വലിയ മൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി ഓടിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വേണം ഇതിൽ എക്സ്ട്രാസ് എന്തൊക്കെയുള്ളതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇപ്പം തന്നെ എൻ്റെ പ്ലക്കർ കൊണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോണ വഴിക്കാണ് ഞങ്ങളവിടെ ഒരു അടുത്ത് ചെറിയൊരു ഗ്രോസറി സ്റ്റോറുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മേടിക്കാൻ നോക്കുമ്പോൾ കണ്ട തന്നെ ഇതാണ്. അയ്യോ എൻ്റെ സകല മൂടും പോയി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ആപ്പിൾ. നല്ല ഒരു സബർ ജില്ലിൻ്റെ ഒക്കെ പോലത്തെ ഒരു ആപ്പിളാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനത് തക്കാളി മേടിക്കാൻ പോയതാണ്. പക്ഷെ ആ ഒരു ആപ്പിളിൻ്റെ ഒരു അവസ്ഥയും തക്കാളി എന്നൊരു ഫ്രഷ്നെസ് ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാനൊന്നും മേടിക്കാണ്ട് ഞാൻ തിരിച്ചു പോന്നേ. എന്നിട്ട് ഞാൻ വന്നിട്ട് ചെക്ക് ചെയ്യാണ് എന്തൊക്കെയാണ് രോമങ്ങൾ എവിടേക്കുള്ളതെന്ന്. ഞാൻ എന്നിട്ട് പിന്നെ പ്ലക്കർ ഉപയോഗിച്ചിട്ട് താഴെ ഉണ്ടായിരുന്ന 1-2 എക്സ്ട്രാസൊക്കെ ഞാൻ കളഞ്ഞു. പോരാത്തിന് ഞാൻ എൻ്റെ ഐബ്രോ ഷേപ്പ്നർ പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ല ചെറുത്, നമ്മളെ ബ്ലേഡ്, ആ സാധനം ഉപയോഗിച്ചിട്ട് ഞാൻ നെറ്റിൻ്റെ അവിടുത്തെ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടോ. എന്നിട്ട് എനിക്കൊരു സുഖമൊന്നും കിട്ടണില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അതൊക്കെ പാടെ ഒരു വലിച്ചെറിഞ്ഞാണ്ട് ഇനിയിപ്പോൾ ഈ വെറുതെ ഇരിക്കട്ടെ. എനിക്ക് എന്താണ് ഒഴിവുള്ള ദിവസം വെറുതെ ഇരിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.